ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് നവമി. ഞാനൊരു ക്രോഷറ്റ് സ്മോൾ ബിസിനസ് ഓണറാണ്. സോ ഇന്ന് വന്നിട്ട് ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ലുലുവിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും അങ്ങനെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്പോട്ടാണ് മിനിസോ. ഞാൻ എന്ന് പോയാലും അവിടെ ഞാൻ പോയിരിക്കും. ബട്ട് സാധനങ്ങൾ വാങ്ങിക്കാനോ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. ബട്ട് എന്തായാലും എനിക്ക് അവിടെ പോയി ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി അവിടുത്തെ ഈ സോഫ്റ്റ് ടോയ് സെക്ഷൻ ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട്. കാരണം നമ്മൾ ക്രോഷേ ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ പ്ലഷീസൊക്കെ ക്രിയേറ്റ് ചെയ്യത്തില്ല നമ്മൾ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഓരോരോ നമുക്ക് ഇൻസ്പിറേഷനൊക്കെ കിട്ടാറുണ്ട്. അതേപോലെ തന്നെ എനിക്കിപ്പോൾ ഇതിലൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരു ഇതുണ്ട്, കാരണം എനിക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പായി എനിക്ക്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇതേപോലെ ചെയ്തു ക്രോഷേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റും. അത് കണക്ക് നമ്മൾ കാണുന്നത് പലതും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഹൈപ്പറിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒന്നും ഷോട്ട് എടുത്തിട്ടില്ല, കാരണം അതിനുള്ള എനർജി എനിക്കില്ലായിരുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് പെട്ടെന്ന് വീട്ടിലെത്താമെന്നും പറഞ്ഞിട്ടൊക്കെ പോയതാണ്. ബട്ട് സംഹാവ് രാത്രിയായിട്ടുണ്ട്. അങ്ങനെ അന്ന് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ വിചാരിച്ചു, കുറച്ച് ഓർഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ചെയ്യാൻ. സോ അതെല്ലാം ചെയ്യാമെന്ന് വെച്ചായിരുന്നു ഇന്നത്തെ പ്ലാൻ. അതേപോലെ ഞാൻ എല്ലാ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതേപോലെ ടു ഡു ലിസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. കാരണം അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വിട്ടു, ലൈക്ക് റീൽസ് എടുക്കാനുള്ളത്, ഷോർട്ടുകളോ അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും ഞാൻ ഇങ്ങനെ എഴുതി വെക്കാറുണ്ട്. അങ്ങനെ ഞാൻ മുമ്പേ ഇത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഞാൻ ഇതായിരിക്കും ചെയ്യുന്നത് എല്ലാ ദിവസവും രാവിലെ. കാരണം അല്ലെങ്കിൽ എന്തായാലും ഞാൻ വിട്ടു, എനിക്ക് നല്ല മറവിയുണ്ട്. ഇതുപോലെ ഞാൻ 2 ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം വന്നിട്ട് സ്ട്രോബെറി ആയിരുന്നു. സ്ട്രോബെറി അതേപോലെ തന്നെ ഒരു പീച്ചും ആയിരുന്നു ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അത് 2 ഞാൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ കംപ്ലീറ്റ് ചെയ്തെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ലുലുവിലൊക്കെ പോയത്. ഇനി ഞാൻ കാണിച്ചു തരാം ഏതൊക്കെ യാൺ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ 2 കീ ചെയിൻസ് ചെയ്തിട്ടുള്ളതെന്ന്. ഈ 2 യാൺസാണ് റെഡ് ആൻഡ് ഒരു ലൈറ്റ് പിങ്ക് പോലത്തെ ഉള്ള ഒരു ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാൻ സ്ട്രോബെറി ആൻഡ് പീച്ച് ചെയ്തിട്ടുള്ളത്. ഈ സ്ട്രോബെറി കീ ചെയിനിൽ ചെറിയ ചെറിയ ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു സ്മോൾ ഫ്ലവർ ടോപ്പിലായിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ നടുക്കായിട്ട് ഒരു പേൾ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ യാണെന്ന് പറഞ്ഞാൽ യൂസ് ചെയ്തേക്കുന്നത് ആക്രിലിക് ആൻഡ് കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള യാണാണ് യൂസ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു പീച്ച് കീ ചെയിൻ, അതിനും സെയിം ആയിട്ട് ഈ ആക്രിലിക് പ്ലസ് കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള യാണാണ് യൂസ് ചെയ്തേക്കുന്നത്. ഫസ്റ്റിൽ ഞാനിങ്ങനെ ഒരു ടു ഡു ലിസ്റ്റൊക്കെ എഴുതിയില്ലേ, ആ ഒരു ബുക്കാണ് ഇത്. ഇത് ഞാൻ വന്നിട്ട് മീഷോയിൽ നിന്നാണ് തോന്നുന്നു പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പേജസ് എല്ലാം അടിപൊളിയാണ്. ഇത് ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്ത് നോക്കിയപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. പിന്നെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. ഈ ഇടയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. ഞാനിപ്പം വന്നിട്ട് ഒരു ഓർഡർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതും ഒരു കീ ചെയിൻ തന്നെ ആയിരുന്നു, ഒരു ഫ്ലോറൽ കീ ചെയിൻ. ഇതിനകത്ത് വന്നിട്ട് ഒരു പഫ്ഡ് ആയിട്ടുള്ള ഒരു കീ ചെയിൻ. ഞാൻ ഇതിന് മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഷോർട്സിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വൈറ്റ് ഫ്ലവർ വന്നിട്ട് അതിൻ്റെ യെല്ലോ ഷെയ്ഡ് പ്ലസ് ബ്രൗൺ പോളൻ വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ കീ ചെയിനാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഞാനിതിൻ്റെ പോളനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കിത് ഓർഡർ കൊടുക്കാനുള്ളതായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തു വെച്ചേക്കുമായിരുന്നു. ഇതിൻ്റെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ വന്നിട്ട് ഇതിൻ്റെ ഒരു പെറ്റൽ ചെയ്യുന്ന വീഡിയോ ഞാൻ എന്തായാലും കാണിക്കാം. അതേപോലെ തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഈ ക്രോഷയൊക്കെ ചെയ്യുന്നത്. സോ ഇത് ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി ട്യൂട്ടോറിയലൊന്നും അല്ല, ബട്ട് എന്നാലും ഞാൻ ഇതെങ്ങനെയാണ് ഈ പ്രോസസ്സ് എന്നുള്ളത് കാണിച്ചു തരാം. ഈ ഫ്ലവർ കീ ചെയിൻ്റെ യാൺ വന്നിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് ആക്രിലിക് പ്ലസ് കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള യാണാണ് യൂസ് ചെയ്യണേ. സോ അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ക്രോഷേ ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്ക് ഞാൻ കാണിച്ചു തരാമാണ്. ഫസ്റ്റ് വൺ വന്നിട്ട് മാജിക് സർക്കിളാണ് നമ്മൾ ചെയ്യുന്നത്. പല ആൾക്കാരും പല രീതിയിലാണ് ഈ മാജിക് സർക്കിൾ ഓർ മാജിക് റിങ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. ഇതേപോലെ ക്രോസ് പോലെ കയ്യിൽ വെക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. വേറെയും കുറേ മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഇതാണ് ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്ന രീതി. ഇതിൽ കാണുന്ന ഈ ഒരു സർക്കിളിലാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചസൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അതേപോലെ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ നമുക്ക് കുരുക്കില്ലാണ്ട് ഇത് റിമൂവ് ചെയ്യാമെന്ന്. ഇതേപോലെയാണ് നമ്മൾ കുരുക്കില്ലാണ്ട് ഈ മാജിക് സർക്കിൾ റിമൂവ് ചെയ്യുന്നത്. സോ ഞാൻ ഇതെല്ലാം പ്രോസസ്സും കാണിച്ചു തരാം.
ഈ മാജിക് സർക്കിൾ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സർക്കിളിലോട്ടാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ പ്രോസസ്സ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. സോ ഞാൻ ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്തു പോകുന്നതെന്ന് പറഞ്ഞാൽ സിംഗിൾ ക്രോഷറ്റാണ് ഈ ഒരു സർക്കിളിലേക്ക് നമ്മൾ ഇട്ട് പോകുന്നത്. ഇതേപോലെ 6 തവണയാണ് നമ്മൾ ഈ സിംഗിൾ ക്രോഷറ്റ് ചെയ്തു കൊടുക്കേണ്ടത്. നമ്മൾ ഈ 6 സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ടെയിലിൽ പിടിച്ച് വലിക്കുമ്പോഴാണ് അതൊരു ക്ലോസ്ഡ് സർക്കിൾ പോലെ ആവുന്നത്. അതേപോലെ തന്നെ നമ്മൾ നമ്മൾ സ്റ്റിച്ച് ഇട്ടില്ലേ, ഫസ്റ്റ് സിംഗിൾ ക്രോഷറ്റ്, ആ സിംഗിൾ ക്രോഷറ്റിലാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. ആ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് നമ്മളത് ക്ലോസ് ആക്കും. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയി. ഓരോ റൗണ്ട്സ് കഴിയുമ്പോഴും ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് പ്ലസ് ചെയിനും ഇട്ട് കൊടുക്കുമ്പം ആ റൗണ്ട് കംപ്ലീറ്റ് ആവും. ഇങ്ങനെ ഒരുപാട് റൗണ്ട്സ് കാണും. ഈ എല്ലാ റൗണ്ടിലും നമ്മൾ ഇതേ പ്രോസസ്സ് തന്നെ ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ ബിഗിനറൊക്കെ ആണെങ്കിൽ ഈ റൗണ്ട്സൊക്കെ എണ്ണുമ്പോൾ കുറച്ചൊക്കെ ഡൗട്ട് കാണുമായിരിക്കും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് മാർക്കറും പ്ലസ് ഈ ഒരു റൗണ്ട് കൗണ്ട് ചെയ്യുന്ന ഒരു ഇതും കൂടെ. അത് രണ്ട് യൂസ് ചെയ്യുന്ന ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. കാരണം എപ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കൗണ്ട് ചെയ്യേണ്ടി വരും ഏത് റൗണ്ട് എത്തി. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ റൗണ്ട് കൗണ്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരിതുണ്ട്, അത് യൂസ് ചെയ്താൽ മതി. നെക്സ്റ്റ് റൗണ്ട് വന്നിട്ട് ഫുൾ ഇൻക്രീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇനിയിപ്പം നമ്മൾ വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോ സ്റ്റിച്ചിലും നമ്മൾ 2 സിംഗിൾ ക്രോഷറ്റ് ഇട്ടാണ് കൊടുക്കുന്നത് ഓരോ ലൂപ്പിലും. അപ്പം ഇതേപോലെ ഒരെണ്ണത്തിൽ 2 എണ്ണം വിട്ട് 2 സിംഗിൾ ക്രോഷറ്റ്, നെക്സ്റ്റിനകത്ത് 2 സിംഗിൾ ക്രോഷറ്റ്, ഈ 2 എണ്ണം റിപ്പീറ്റ് ചെയ്ത് അതിനകത്ത് തന്നെ ചെയ്യുന്നതിനാണ് ഇൻക്രീസ് എന്ന് പറയുന്നത്. അപ്പം ഇനി എല്ലാവരും ഇങ്ങനെ 1 ഇൻക്രീസ് അങ്ങനെയൊക്കെ കൊടുക്കത്തുള്ളൂ. അപ്പം 1 ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 2 സിംഗിൾ ക്രോഷറ്റ് ചെയ്യുന്നതിനാണ് ഇൻക്രീസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ എല്ലാ റൗണ്ടും കഴിയുമ്പോൾ ഇതാണെങ്കിൽ കൗണ്ട് ചെയ്യണം എത്ര ഇത് കിട്ടിയെന്ന്, ലൈക്ക് എത്ര സ്റ്റിച്ച് ഉണ്ടെന്ന്. അത് കൗണ്ട് ചെയ്ത് പോയില്ലെങ്കിൽ ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും വെച്ച് മിസ്റ്റേക്കായി നമ്മൾ ഉദ്ദേശിച്ച അത്രയും കൗണ്ട് കിട്ടിയില്ലെങ്കിൽ ഫുള്ള് തെറ്റും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഇപ്പം 6 ഇൻക്രീസ് ആകുമ്പം 12 സ്റ്റിച്ചസ് ആയിരിക്കും ലാസ്റ്റ് കാണുന്നത്. അപ്പം നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പം ഈ 12 സ്റ്റിച്ച് ഉണ്ടോ എന്ന് കൗണ്ട് ചെയ്ത് നോക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഇപ്പം 11 അങ്ങനത്തെ ഓടായിട്ടൊക്കെ പോവുകയാണെങ്കിൽ മേളിലോട്ട് എത്തുമ്പോഴത്തേനും വേറെ റൗണ്ടിലോട്ട് എത്തുമ്പോഴത്തേനും അത് ഫുള്ളി തെറ്റും. നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ ഒരു പാറ്റേൺ ഒന്നും ആവത്തില്ല. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും അപ്പോൾ ഓരോരോ റൗണ്ട് കഴിയുമ്പോൾ കൗണ്ട് ചെയ്ത് പോകണം. 3rd റൗണ്ടിൽ വന്നിട്ട് നമ്മളിതേപോലെ ഒരു ചെയിൻ ഇട്ട് കൊടുത്തതിന് ശേഷം സിംഗിൾ ക്രോഷറ്റ് ഇൻക്രീസ്, അത് 6 തവണയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ 6 തവണ ചെയ്യുമ്പോഴത്തേന് നമുക്ക് ടോട്ടൽ 18 സ്റ്റിച്ചസ് കിട്ടും. ഫസ്റ്റ് സ്റ്റിച്ചിനകത്ത് സിംഗിൾ ക്രോഷറ്റ്, നെക്സ്റ്റ് സ്റ്റിച്ചിനകത്ത് ഇൻക്രീസ്, അങ്ങനെയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അങ്ങനെ അത് ആ റൗണ്ട് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ആ സ്റ്റിച്ച് മാർക്കർ കിട്ടുന്നവിടെ വരെ നമ്മൾ ഈ ഒരു സിംഗിൾ ക്രോഷറ്റ് ഇൻക്രീസ് ഇങ്ങനെ ചെയ്തു പോകും. പിന്നെ നമ്മൾ 4th റൗണ്ട് ടു 7 ആ റൗണ്ട് വരെ, അപ്പം നമ്മൾ 3 വരെ കംപ്ലീറ്റ് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ചെയിൻ 1 ഇട്ട് കൊടുത്തതിന് ശേഷം 4 to 7 റൗണ്ട് വരെ നമ്മൾ 18 സിംഗിൾ ക്രോഷറ്റ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പം ഓരോ റൗണ്ട്, ഫോർ എക്സാമ്പിൾ 4th റൗണ്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കിട്ടുമ്പോഴത്തേന് ടോട്ടൽ 18 സ്റ്റിച്ചസ് കിട്ടും. ആ സ്റ്റിച്ചസ് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ക്ലോസ് ചെയ്തിട്ട് ചെയിൻ 1 ഇട്ട് വീണ്ടും നമ്മൾ റൗണ്ട് 5 സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ നമ്മൾ 4 to 7 റൗണ്ട്സ് വരെ ഇതേപോലെ 18 സിംഗിൾ ക്രോഷറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മൾ 4 to 7 റൗണ്ട്സ് വരെയുള്ളത് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ ഇങ്ങനെ റൗണ്ട് കൗണ്ട് ചെയ്ത് വെക്കാറുണ്ട്. ഞാൻ ഇപ്പോഴും അത് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനത്തെ സാധനം ഇല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ അടിയും തൊട്ട് മേളിൽ വരെ എണ്ണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര റൗണ്ട് എത്തിയെന്ന്. അങ്ങനെ ഞാനിപ്പോൾ ഒരെണ്ണം ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പെറ്റലില്ലേ, അതേപോലെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് റൗണ്ട് വന്നിട്ട് ഇതേപോലെ ചെയിൻ 1 ഇട്ട് കൊടുത്തിട്ട് ഡിക്രീസാണ് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ആ ഡിക്രീസ് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു സിംഗിൾ ക്രോഷറ്റ്, ഫസ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷറ്റ്, പിന്നെ അടുത്ത സ്റ്റിച്ചിൽ ഡിക്രീസാണ് ചെയ്ത് കൊടുക്കുന്നത്. ഡിക്രീസ് എന്ന് പറയുവാണെങ്കിൽ നമ്മളിപ്പം സ്റ്റിച്ചിൻ്റെ അളവ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ നേരത്തെ റൗണ്ട് 7 വരെ 18 സ്റ്റിച്ചസ് ആണ് ടോട്ടലുള്ളത്. നമ്മളിപ്പോൾ 8th റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സിംഗിൾ ക്രോഷറ്റ് ഡിക്രീസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേന്
ടോട്ടൽ വന്നിട്ട് 12 സ്റ്റിച്ചസ് ആയിരിക്കും റിമൈനിങ് കാണുന്നത്. അങ്ങനെ ഡിക്രീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു മേളിലോട്ട് എത്തുമ്പോഴത്തേന് ചെറുതായി വരത്തില്ലേ, അതാണ് ഡിക്രീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മുടെ റൗണ്ട് 8ഉം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റിൽ ചെയ്തില്ലായിരുന്നു, മാജിക് സർക്കിൾ ഇട്ടിട്ട് ഒരു ടെയിൽ നമ്മൾ വലിച്ചില്ലായിരുന്നു. ആ ഒരു ടെയിലാണിത്. നമ്മൾ അങ്ങ് അകത്തോട്ട് വെച്ച് കട്ട് ചെയ്ത് കളയരുത്, കുറച്ചൊക്കെ വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് കളയാൻ. എന്നിട്ട് ഇത് അകത്തോട്ടിട്ടിട്ട് ഹൈഡ് ചെയ്ത് കളയുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ പെറ്റലിനകത്ത് ഈ ഫൈബർ ഫില്ല് വെച്ചിട്ടില്ലേ, അതാണ് നമ്മൾ ഇനി അടുത്ത പ്രോസസ്സ്. അത് ഇതിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ അതൊരു പഫി ആയിട്ടിരിക്കത്തുള്ളൂ. അപ്പം ഞാൻ യൂസ് ചെയ്യിക്കുന്നത് ഈ ഒരു ഫൈബർ ഫില്ലാണ്. ഇതുപോലെ നമ്മൾ കുറച്ച് എടുത്തിട്ടാണ് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇതേപോലെ ലൂസായിട്ടിരിക്കുന്ന എനിക്ക് തോന്നും. സോ മാക്സിമം നമ്മൾ ഈ ഫൈബർ ഫില്ല് അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് റൗണ്ടാണ്. ടോട്ടൽ 9 റൗണ്ട്സാണ് ഈ ഒരു പെറ്റിൽ ചെയ്യാനുള്ളത്. സോ നമ്മൾ ഈ സെക്കൻഡ് ലാസ്റ്റ് റൗണ്ടിലാണ് നമ്മൾ ഈ ഫില്ലിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കാറുള്ളത്. സോ ലാസ്റ്റ് റൗണ്ട് വന്നിട്ട് ഫുള്ള് ഡിക്രീസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതേപോലെ സ്ലിപ്പ് സ്റ്റിച്ച് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ട് ചെയിൻ 1 ഇട്ട് കൊടുത്തിട്ട് 6 ഡിക്രീസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടോട്ടൽ 6 സ്റ്റിച്ചസ് ആയിരിക്കും റിമൈനിങ് കിട്ടുന്നത്. അങ്ങനെ ടോട്ടൽ 9 റൗണ്ട്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ യാൺ വന്ന് കട്ട് ചെയ്ത് കളയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല കണക്ക് യാണിന് ലെങ്ത് ഇട്ടിട്ടതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവൂ. നമ്മൾ ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്താണ് ഈ പോളനിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓരോ പെറ്റൽസും വയ്ക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇതേപോലെ ലെങ്ത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ലൂസായി പോകും. അപ്പം നല്ല രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കണമെങ്കിൽ യാണിന് വന്നിട്ട് ലെങ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ 2 പെറ്റൽസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ പോളന് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അകത്ത് ഫില്ല് ചെയ്ത് എടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്താണ് ഈ പോളനകത്ത് വെക്കുന്നത്. ഇനി നമുക്ക് ടോട്ടൽ 7 പെറ്റൽസാണ് ചെയ്യാനുള്ളത്. ഇപ്പം ഞാൻ വന്നിട്ട് 2 ചെയ്തിട്ടുണ്ടല്ലോ, ഇനി റിമൈനിങ് അത്രയും പെറ്റലിനോട് ക്രിയേറ്റ് ചെയ്യണം. ഇനി എനിക്ക് വേറൊരു ടിപ്പ് പറഞ്ഞു തരാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ യാൺ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ലേബലിനകത്ത് ഏത് ഹൂക്ക് സൈസാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാറുണ്ട്. അതൊരിക്കലും നമ്മൾ ഫോളോ ചെയ്യില്ല. അതിന് പകരം നമ്മൾ അതിലും കുറഞ്ഞ ഹൂക്ക് സൈസ് ഉണ്ടല്ലോ, അതിട്ട് നമ്മൾ യൂസ് ചെയ്യാം. ഇപ്പം ലേബലിനകത്ത് 4 to 5 ഹൂക്ക് സൈസ് യൂസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മളവിടെ 3 to 3.5 ആ ഒരു ഹൂക്ക് സൈസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഫിനിഷിങ് കിട്ടാറുണ്ട്. മൈറ്റ് ബി നമ്മുടെ പ്രോജക്റ്റ് ചെറുതായി പോകാൻ ചാൻസ് ഉണ്ട്, കാരണം ചെറിയ ഹൂക്കിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ഫിനിഷിങ് കിട്ടാറുണ്ട് അതേപോലെ ചെറിയ ഹൂക്ക് സൈസ് ഇട്ടൊക്കെ ചെയ്താൽ. ഇപ്പോൾ ക്രോഷ്യ ചെയ്യാൻ അറിയാത്ത ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയുകയാണ്, ഇതിനകത്ത് ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു ക്രോഷ്യയിൽ. നമ്മൾ ഓരോ പ്രൊഡക്റ്റും കാണത്തില്ലേ, അതിൻ്റെ ഓരോ ഡീറ്റെയിലിങ്ങും അതിനെല്ലാത്തിനും നല്ല ടൈം എടുക്കാറുണ്ട്. അപ്പം അത്രയും ടൈം എടുത്ത് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോന്നും ഇതേപോലെ പോസ്റ്റ് ചെയ്യുന്നത്. അത്രയും ടൈം എടുത്ത് നമ്മൾ ആ പേഷ്യൻസിലോട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റിനും അത്ര റേറ്റ് നമ്മൾ കൊടുക്കാറുള്ളത്. ചില കസ്റ്റമേഴ്സൊക്കെ വന്നിട്ട് ചോദിക്കും, ഇത് 2 days ഒക്കെ ചെയ്തു തരാൻ പറ്റുമോ എന്ന്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഞാൻ ഓരോ ആൾക്കാരെ ഓർഡേഴ്സ് എടുക്കുന്നത് 2 to 3 weeks ആ ഒരു ടൈം പീരീഡ് പറഞ്ഞിട്ടായിരിക്കും ഞാൻ ഡെലിവറി ചെയ്യത്തോളം എന്ന് പറഞ്ഞിട്ടായിരിക്കും എടുക്കണേ. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ബാഗൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഒരു 1 to 2 weeks മാക്സിമം സ്ട്രെയിറ്റ് ഇരുന്നാൽ മാത്രമേ തീർക്കാൻ പറ്റുള്ളൂ.
ഇവിടെ നല്ല മഴയും കാറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ ലാസ്റ്റ് കറണ്ടൊക്കെ പോയി. അങ്ങനെ നമുക്കിനി ചെയ്യാനുള്ള മൂഡും അങ്ങ് പോയി. പിന്നെ വിചാരിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രി ഇരുന്ന് ചെയ്യാമെന്ന്. ഞാനല്ല കുക്ക് ചെയ്യുന്നത്, അമ്മയാണ് കുക്ക് ചെയ്യുന്നത്. എനിക്ക് കുക്ക് ചെയ്യാൻ അറിയത്തില്ല. പിന്നെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ളതെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ടോട്ടൽ 7 പെറ്റൽസും പോളനും ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത് ഇനി വെക്കണം. അതേപോലെ തന്നെ ലീഫ് ഉണ്ടായിരുന്നു, ഞാൻ അതിൻ്റെ ക്ലിപ്പ് എടുക്കാൻ മറന്നുപോയി. ഇനി ഞാൻ എൻ്റെ ഔട്ട് കാണിച്ചു തരാം. ഇനി കുറച്ച് ഓർഡേഴ്സ് ഉണ്ട് പെയിൻറ്റിങ്, അതെന്തായാലും കംപ്ലീറ്റ് ആവില്ല. സോ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇതാണ് സ്ട്രോബെറി, പീച്ച്, ഇതേപോലത്തെ ഫ്ലവർ കീ ചെയിൻ, ഇങ്ങനത്തെയൊക്കെ ഉണ്ട്. അതെല്ലാം കൊണ്ടുപോയി പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് കൊടുക്കണം. അതാണ് ഇന്നത്തെ ഇനിയുള്ളൊരു പ്ലാൻ. അതേപോലെ ഞാൻ കുറച്ച് യാൺസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എന്തായാലും കൊണ്ടുവരും. അതെന്തായാലും ഞാൻ ഇപ്പം അൺബോക്സ് ചെയ്ത് കാണിക്കാം അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഞാൻ ടോട്ടൽ 15 യാൺസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം വന്നിട്ടുണ്ട്. ഇതേപോലെ 2 കവേഴ്സിനകത്തായിട്ടാണ് അവർ കൊടുത്തയച്ചത്. ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഷെനൽ യാൺ എന്ന് പറഞ്ഞൊരു യാണാണ്. ഇത് പൊതുവേ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലൈക്ക് പ്ലഷീസ്, സോഫ്റ്റ് ടോയ്സ് ഇങ്ങനത്തെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ആൻറ്റി പിൽ യാണെന്ന് പറയും. അതിൻ്റെ ഒരു യാണാണിത്. ഒരു പിസ്താഷ്യോ കളർ. എസ്പെഷ്യലി എനിക്ക് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് ബൊക്കറ്റൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിട്ടുള്ള ഗ്രീൻസാണ് ഞാൻ ഇതണക്ക് മേടിച്ച് വെച്ചത്. 2 കളേഴ്സാണ് ഞാൻ യൂസ് ചെയ്തത്, ഡാർക്ക് ഗ്രീൻ ആൻഡ് പിസ്താഷ്യോ ഗ്രീൻ. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ കുറച്ച് ഗ്രേ കളേഴ്സൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് എനിക്കിത് ക്യാറ്റ്, ടെഡി ബിയർ ഈ ഒരു പ്ലാനിലാണ് ഞാൻ ഇതൊക്കെ വാങ്ങിച്ചത്. എന്തായാലും ഫ്യൂച്ചറിൽ ഞാൻ എന്തായാലും ഇടാം അതിനെക്കുറിച്ചിട്ട്. സോ ഫസ്റ്റ് വൺ വന്നിട്ട് ഒരു ഡാർക്ക് ഗ്രീൻ ആണ്. അതും ആക്രിലിക് പ്ലസ് കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള യാണാണ്. പിന്നെ വന്നിട്ട് ലൈറ്റ് ഗ്രേ യാണുമാണ് എടുത്തത്. നെക്സ്റ്റ് ഞാൻ ഇത്ര യാൺസ് മേടിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ടൊരു ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പം പുതിയ ഒരു പാറ്റേണൊക്കെ ഞാൻ സ്വയം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് എനിക്കൊരു ബാഗ് ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. എന്തായാലും ഞാനത് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അത് ഇതുവരെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ബട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് ഞാൻ എന്തായാലും അതിൻ്റെ വീഡിയോ ഇടാം. അതിന് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ബ്രൗൺ കളർ ആൻഡ് ബീച്ച് കളറിൽ യാൺസ് ആണ്. അത് കോട്ടൺ യാണാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം ഒക്കെ ചെയ്യണം. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.